സ്വീറ്റ് ഹാർട്സ്, വെൽക്കം ബാക്ക് ടു രേഷ്മ ഷാദു വ്ളോഗ്സ്. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണ്. ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനൊന്നും ഇപ്രാവശ്യം താല്പര്യമില്ല എന്നൊരു റൈഡ് പോകാൻ ഓർത്തു. അങ്ങനെ നേരെ നമ്മൾ ബൈക്കിൽ വാഗമണിലോട്ട് വിട്ടു. നമ്മൾ മോർണിംഗ് 5 o'clock ആണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഉറങ്ങാതിരിക്കാൻ ഒരു ചായയൊക്കെ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. വാഗമണിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് പോണത്. ഫസ്റ്റ് പോയത് കാറിലാണ്. അന്ന് മഴയൊക്കെ ആയിരുന്നു, നേരെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 hours ട്രാവൽ ഉണ്ട്. പ്ലസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റ് ഒക്കെ എടുത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല. ഓരോ പച്ചപ്പും സീനറിയൊക്കെ കാണുമ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഈ ഹിൽസും ഈ മൗണ്ടൻസും വാട്ടർഫോൾസും അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാനൊരു ബീച്ച് പേഴ്സണേ അല്ല. നമ്മളുടെ ട്രിപ്പ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ബ്രെഡും പീനട്ട് ബട്ടറും എഗ്ഗും കോഫിയും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വളരെ കാമായിട്ടുള്ളൊരു സ്പോട്ട് നോക്കി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. നല്ല റിലാക്സ്ഡായി. നമ്മൾ ഒത്തിരി നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നു. അവിടെ പോകുന്ന വഴിക്ക് റോഡ് ഫുൾ ഇതുപോലത്തെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. മഞ്ഞ് വീഴുന്നതുകൊണ്ട് തന്നെ പിന്നെ പേരമരം അങ്ങനത്തെ ഒക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ ഈ പർപ്പിൾ കളർ ഫ്ലവേഴ്സ് ഒക്കെ കുറേ പൊട്ടിച്ചെടുത്തു. വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ എടുത്തത് കേട്ടോ. അതിൻ്റെ ഇടയിൽ പശുവിൻ്റെ ചാണകം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കുറച്ചു ദൂരം പോയപ്പോൾ ഞാൻ തേയിലത്തോട്ടത്തിലെ ചേച്ചിമാരെയൊക്കെ കണ്ടു. അവരെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി. എത്ര മണിക്ക് വന്നതാ തേയിലെന്നുള്ള? തേയില 8 മണിയാകുമ്പോൾ. ഇപ്പം ഞങ്ങൾക്ക് ചോറ് കൊണ്ടാവും. ശരി. എവിടെ നിന്ന് ഇറങ്ങുന്നേ? നമ്മൾ എറണാകുളം. ഇവിടെയാണോ താമസിക്കുന്നത്? സൂപ്പർ ഇറക്ക്. സൂപ്പർ സൂപ്പർ. കയ്യിൽ കൊണ്ടു. അവരുടെ ഒപ്പം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ സന്തോഷത്തോടെ എന്നെ യാത്ര അയച്ചു. ഇത്രയും വെയിലത്തും ഒരു മടിയില്ലാതെ അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോയി. നമ്മളെടുത്ത റൂം മെഡോസിൻ്റെ അടുത്തുള്ള റോബിൻസ് പാരഡൈസ് ആണ്. ആക്ച്വലി അവിടെ എത്തിച്ചേരുന്നത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. റൂമിലോട്ട് എത്തുന്ന ആ വഴി കുറച്ച് കയറ്റം ഇറക്കമൊക്കെയാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ആംബിയൻസും ആണ്, നല്ലൊരു വ്യൂ ഒക്കെയാണ് കേട്ടോ. ഇതൊരു ഫാമിലി നടത്തുന്ന ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണ് കേട്ടോ. 2 റൂംസേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഡിലക്സ് 2 റൂംസ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, റൂം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല റൂമാണ്. നല്ല അടിപൊളിയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ രാത്രി ചെയ്യാം. അപ്പം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അത് മിക്കവാറും യൂസ് ചെയ്യില്ല. പിന്നെ ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. കഴിക്കാനൊക്കെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പറ്റും, അതിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഹാളുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ റൂമാണ്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. സാധനമൊക്കെ വെച്ച് നമുക്കൊന്ന് ഒരുക്കാനായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ. നമ്മുടെ സാധനമൊക്കെ വയ്ക്കാൻ അലമാരയുണ്ട്. പിന്നെ ഇവിടെ 2-3 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഫാമിലിക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ചെയർ. കെറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചൂടാക്കി കുടിക്കാൻ വെള്ളം, പിന്നെ ടീ ബാഗ്, അങ്ങനത്തെ സാധനങ്ങൾ. TV വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്യാവശ്യം വലുതുമാണ്. പിന്നെ നമുക്ക് ടബും ഉണ്ട്. 2 റൂമാണുള്ളത്. അപ്പം വിളിച്ച് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യണം. അത്യാവശ്യം തണുപ്പുമുണ്ട്. അപ്പം സീസണായി തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ എത്തി നമ്മൾ ഫ്രഷായി പുറത്തുനിന്ന് ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് നല്ലോണം ഉറങ്ങി. ശേഷം നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് വിട്ടു. ഓൾറെഡി നമ്മൾ ലേറ്റായി. ഇതാണ് കേട്ടോ ഇറങ്ങുന്ന ആ വഴി.
പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പേടിയില്ലെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ലോണം പേടിയായി. ആ കയറ്റത്തിൽ പകുതി എത്തിയപ്പോൾ വണ്ടി ചരിഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ഇറങ്ങി. എനിക്കൊരു മലയിലോട്ട് വലിഞ്ഞു കയറുന്ന ഒരു ഫീലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു സീനറിയും ബാക്കിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു താഴ്ചയായിരുന്നു. എനിക്ക് പേടിച്ചിട്ട് മേളിലോട്ട് കയറണോ താഴോട്ട് പോകണോ എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ടെത്തി. പൈൻ ഫോറസ്റ്റിലെ എൻട്രി 5:30 ക്ലോസ് ചെയ്യും. ഓൾമോസ്റ്റ് നമ്മൾ 4:15 ആയി അവിടെ എത്തിയപ്പോൾ. പിന്നെ മഴ പെയ്യാൻ പോകുന്ന പോലെ നല്ല ഇരുണ്ടൊക്കെ മേഘം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഏകദേശം ഒരു 2:30 ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ വന്നപ്പോൾ 4:30 ആയി. ഇവിടെ 4:30 ആണെന്ന് തോന്നത്തില്ല. നല്ല ഇരുട്ടാണ്, ഫുൾ ഇരുട്ടാണ്, നല്ല തണുപ്പുണ്ട്. ഏകദേശം 4:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടത്തേക്ക് ലൈറ്റ് പോയി തുടങ്ങി. 5:30 ആണ് ക്ലോസിങ് ടൈം. സീസൺ ആയി തുടങ്ങി. അതാണ് ഇത്രയും പെട്ടെന്ന് ഇരുട്ടി കോടയായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ക്ലൈമറ്റ് നൈസാണ് ഇപ്പോഴത്തെ, കുഴപ്പമില്ല. കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനും ഒപ്പം അവിടെ നോടി. പോകുന്ന വഴിക്ക് കുറച്ച് ടെഡിയൊക്കെ കണ്ടായിരുന്നു. എനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം തോന്നി, പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഈവനിങ് ഒരു ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ചു. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ചായയൊക്കെ കുടിച്ച് ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടി പഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ നല്ലോണം ഇരിട്ടേയും ചെയ്തു. നല്ല മഴയുമായിരുന്നു. നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ പിടിച്ചിരുത്തി അവർ ചായ വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെയൊക്കെ വിളിച്ച് വരുത്തി കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. റൂമിൽ വന്നപ്പോൾ നമുക്ക് ഡിന്നർ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. പിന്നെ ബ്ലാക്ക് ടീ. ഇത് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നല്ല അറിയാം. നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു പ്രത്യേക ക്ലൈമറ്റും ആയിരുന്നു. ഇതാണ് പുറത്തെ മോർണിംഗ് വ്യൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹോംലി ഫുഡാണ്. ഇവിടെ തന്നെ കുക്ക് ചെയ്തതാണ്. നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ചിരട്ടപ്പുട്ടും പിന്നെ മുട്ടക്കറിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ വെച്ച് കുടിക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റേ ചിരട്ടപ്പുട്ടും മുട്ടക്കറി ഇങ്ങനെ ഉണ്ടെന്ന്. മുട്ടക്കറി ഇന്നലെ കഴിച്ചതാണ്, നല്ലതായിരുന്നു. ഒന്ന് തീർക്കും. ഇന്നത്തെ സെയിം ടേസ്റ്റ് നല്ല. ഇതാണ് അപ്പോൾ റോബിൻസ് ചേട്ടൻ, ഇതിന്റെ മുതലാളി. അപ്പോൾ ഈ ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ഇയേഴ്സായി? ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. നമ്മളൊരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഫാമിലി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ ഫുഡ് ആണെങ്കിലും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഗസ്റ്റിനാണെങ്കിലും എല്ലാവരും നമ്മൾ പേഴ്സണലായിട്ട് തന്നെയാണ്, ഫാമിലിയിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് വെൽക്കം ചെയ്യുന്നതും ഫുഡ് കൊടുക്കുന്നതും സെർവ് ചെയ്യുന്നതെല്ലാം. പിന്നെ റോഡിൽ നിന്നൊരു ഇച്ചിരി ഉള്ളിലാണ്. അതിൻ്റെതായ പ്രൈവസിയും കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഹോം ലൈക്ക് ഫീലാണ്. മെഡോസിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക്. ശരിക്കും മെഡോസിൽ നിന്നാണ് പറയപ്പെടുക. ചുറ്റായിട്ട് വാങ്ങണമെന്ന് പ്രോപ്പറായിട്ട് പറയും. പിന്നെ നിയർ ബൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ അമ്പലക്കുന്നുണ്ട്. ഇവിടെ നിയർ ബൈ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ അമ്പലക്കുന്ന് എന്ന് പറയുന്നത് ആണ് പ്രോപ്പർ പ്ലേസ് ആയിട്ട് വരിക. 2 മുറിയാണ് നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ളത്. 2 ഡബിൾ ഡീലക്സ് ഫാമിലി ബെഡ്റൂംസ്. അപ്പോൾ ഈ റൂം ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ വിളിച്ച് ആ നമ്പറിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം.
അതിൽ ബുക്ക് ചെയ്താൽ മതി. നല്ല ആംബിയൻസ് ആണ്, അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ്. ഓക്കെ ബൈ. വാഗമണ്ണിൽ ഒരു ഫുൾ ഡേ ആൻഡ് നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിന്ന് റൂം ചെക്ക് ഔട്ട് ചെയ്യാണ്. ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റൊക്കെയാണ്. അത്യാവശ്യം തണുപ്പും എന്നാൽ ഭയങ്കര തണുപ്പില്ല, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ തിരിച്ചു പോകുന്ന ഏത് റൂട്ടാണ്? അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഏത് റൂട്ടാണ്? നമ്മൾ കുട്ടിക്കാനം റൂട്ട് വഴിയാണ് തിരിച്ചു പോകണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നോക്കി നീ കാണാം. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന പെപ്പറൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു 2 എണ്ണം. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളുടെ ലൈഫിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഫാമിലിയായിട്ട്, അപ്പം നമ്മൾ കുറേ റിലാക്സ്ഡ് ആവും, നമ്മൾ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആവും. ഇതുപോലത്തെ ഇങ്ങനെ സീനറിയൊക്കെ കാണുമ്പോഴും നമ്മൾ അറിയാതെ നമ്മളൊരു വേറെ ഒരു ലോകത്തെത്തിയ പോലെ ഒരു ഫീലാണ്. എത്ര പേർക്ക് അങ്ങനെ തോന്നുമെന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആവും, ഭയങ്കര ടെൻഷനൊക്കെ മാറി ഭയങ്കര ഫ്രീ ആവും. പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ പോകുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീലാണ്. ചൂടൊക്കെ ആയിട്ടിരിക്കുന്നതിനേക്കാളും തണുപ്പൊക്കെ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ. എനിക്ക് വാഗമണ്ണിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ കുട്ടിക്കാനം റൂട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് മൂന്നാറിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ് തോന്നിയത്. ശരിക്കും മൂന്നാറിൽ ഇതുപോലത്തെ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പ് കൂടി ഭയങ്കരമായിട്ട് കോട ഇറങ്ങാൻ തുടങ്ങി. ഒരു ഉച്ച സമയം ഒരു 12 മണിയായപ്പോൾ നല്ലോണം കോട ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും ചായ കുടിച്ചു. എനിക്ക് തണുപ്പത്ത് ചെറുതായിട്ട് ചൂടായിട്ട് എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് തുമ്മാൻ പോലെ തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്നും ഇറങ്ങി നമ്മൾ അമ്മച്ചി കൊട്ടാരം ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയമില്ലായിരുന്നു, വർക്കിന് കയറണമായിരുന്നു അപ്പൂന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളത്തോ കോട്ടയത്തോ ട്രിവാൻഡ്രത്തോ ഇതുപോലത്തെ ഹില്ലി ഏരിയാസ് പിന്നെ മൗണ്ടൻസും നല്ല വ്യൂ ഒക്കെ ഉള്ള സ്പോട്ട് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾ ആരൊക്കെയാണ് ഇതുപോലെ ബൈക്ക് റൈഡ് വാഗമണ്ണിലോട്ട് പോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ്.